ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം നമ്മുടെ ഫ്രിഡ്ജാണ് കേട്ടോ. ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് ഞാൻ ആകെ കൂടെ ഒരു തവണ മറ്റും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം അലമ്പായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നപ്പോഴേ തന്നെ പൊട്ടിക്കുമ്പോഴേ തന്നെ കുറച്ചൊക്കെ എണ്ണ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് എണ്ണയൊക്കെ അതിൽ വരണ്ട്. അതുകൊണ്ട് എണ്ണയൊക്കെ പിടിച്ചിട്ട് കുറച്ച് അലമ്പായിട്ടാണ് കിടക്കണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ല വൃത്തിയുള്ള ജപ്പാൻകാർ ഫ്രിഡ്ജും അതേപോലെ തന്നെ ആവുമല്ലോ നോക്കുക. അങ്ങനെ തപ്പി അവരുടെ കുറച്ച് ടിപ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. കുറച്ചൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാനിവിടെ ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ റേഗി, അതായത് ഫ്രിഡ്ജിനുള്ളിൽ വായുസഞ്ചാരം വേണം. നമ്മൾ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഫ്രിഡ്ജുകളുണ്ടല്ലോ, ആ ഫ്രിഡ്ജിന് പോലും ശ്വാസം മുട്ടുന്ന തരത്തിലാണ് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുന്നത്. ഞാൻ ഒരിക്കൽ എൻ്റെ വീഡിയോ ഒരെണ്ണം ഞാൻ ടിക്ടോക്കിൽ ഇട്ട് കഴിഞ്ഞപ്പം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത്രയും സ്പേസ് ഉള്ള ഫ്രിഡ്ജ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. സീരിയസ്ലി അക്കാര്യത്തിൽ ഞാനും റേഗി ഫോളോ ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല കേട്ടോ, നമ്മൾ ബൾക്കായിട്ട് അങ്ങനെ പച്ചക്കറി ഫ്രൂട്ട്സ് മേടിക്കാറില്ല. തൊട്ടടുത്ത് തന്നെ നമുക്ക്, അതായത് ഫ്ലാറ്റ് ഇറങ്ങി ഒരു 2 അടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മേടിക്കാറ്. അല്ലാത്ത നമ്മളുടെ പൊടികളും പൾസസൊക്കെയാണ് ഞാൻ ബൾക്കായിട്ട് നമ്മൾ വാങ്ങിക്കാറുള്ളത്. ഇവരുണ്ടല്ലോ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കും. അതായത് അടുപ്പിച്ച് അവർ സാധനങ്ങൾ വെക്കില്ല. ഒരു സാധനം വെച്ച് ഒരു ഇച്ചിരി വിട്ടിട്ടായിരിക്കും അവർ വേറെ സാധനം വെക്കുക. ഇത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് കിട്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് തണുപ്പ് എത്താൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങൾ കുന്നുകൂട്ടി വെക്കുമ്പോൾ ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ കേടുവരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എല്ലായിടത്തേക്കും തണുപ്പെത്താതെ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ കൂടെ പെട്ടെന്ന് സ്പോയിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുമ്പോൾ ചില ഫ്രിഡ്ജുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, തുറക്കുമ്പോൾ തന്നെ ഒരു അണ്ട മണമായിരിക്കും. ആ മണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രീത്തിങ് സ്പേസ് അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഓടിപ്പോയി എല്ലാവരും ഫ്രിഡ്ജ് നോക്കുക, ഫ്രിഡ്ജിന് ബ്രീത്തിങ് സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ടിപ്പ് നമ്പർ 2, ഹോസോൺ ഷോഗു. ഇതെന്താ വെച്ചാൽ ജാപ്പനീസിൻ്റെ പരമ്പരാഗതമായിട്ട് അവർ പിന്തുടർന്നുകൊണ്ട് വരുന്ന ഒരു വേ ആണ്. ഇപ്പം എങ്ങനെയാണോ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പണ്ടത്തെ അമ്മൂമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറുകളിൽ അല്ലെങ്കിൽ മറ്റ് കണ്ടെയ്നർ ബോക്സുകളൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെക്കുന്നത്. ഇവർ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ പേപ്പർ ടവലുകളില്ലേ, ടിഷ്യൂ പേപ്പർ, അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നൈസായിട്ടുള്ള കോട്ടൻ്റെ തുണിയുണ്ട്. ആ തുണിയിലാണ് ഇവർ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും നന്നായിട്ട് കഴുകി അതിന് ഈർപ്പമൊന്നുമില്ലാതെ ഈ പേപ്പർ ടവലുകളിലും അല്ലെങ്കിൽ നല്ല നൈസായിട്ടുള്ള കോട്ടൻ്റെ ക്ലോത്തിലും പൊതിഞ്ഞിട്ടാണ് അവർ വെക്കുന്നത്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളിലും കണ്ടെയ്നർ ബോക്സുകളിലും വെക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നാള് ഇത് കേടാവാതെ ഇരിക്കും എന്നാണ് അവർ പറയപ്പെടുന്നത്. ഞാൻ സത്യം പറഞ്ഞ കണ്ടെയ്നർ ബോക്സ് ഒന്നും മേടിക്കാറില്ല. കാരണം 2 ദിവസത്തേക്കെന്ന് പറയുമ്പം ഒരുപാട് പച്ചക്കറികളൊന്നും നമ്മൾ മേടിക്കില്ല. അതുകൊണ്ട് ഞാൻ കണ്ടെയ്നർ ബോക്സ് മേടിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ മേടിക്കും. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ടായിട്ട് വെക്കുന്ന വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ വെച്ചതെന്ന് അറിയാൻ പറ്റും. ജാപ്പനീസുകാരുടെ ടിപ്പ് നമ്പർ 3 പോണതിന് മുന്നേ നമ്മുടെ ഒരു ടിപ്പ്, ഈ മേലെ ഫ്രിഡ്ജ് ഞാനൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്ന സമയത്ത് ഫ്രീസറും ഫ്രിഡ്ജും അതിൻ്റെ പുറംഭാഗമൊക്കെ തുടയ്ക്കും. പക്ഷെ ആ മേലത്തെ ഭാഗത്ത് വലിഞ്ഞു കയറി തുടയ്ക്കാൻ എന്തോ മടിയാണ്. ഇതുവരെ അതിൻ്റെ ഉള്ളിൽ 2 മറ്റെന്തോ സാധനം ഇരിക്കേണ്ടായിരുന്നു. നല്ല രീതിക്ക് പൊടിയുണ്ടായിരുന്നു മക്കളെ, പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത്. അതൊക്കെ തുടച്ച് ഞാൻ അവിടെ ഒന്നും വെക്കില്ല, അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ മേലത്തെ ഭാഗം മറന്നു പോകാറില്ലേ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ജാപ്പനീസ് ടിപ്പ് നമ്പർ 3, ഒസോജി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അവരുടെ മറ്റ് ക്ലീനിങ്ങളെ പോലെ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതും അവരുടെ ഒരു ഹാബിറ്റാണ് എന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും അവർ ഇതിനുള്ളിലെ സാധനങ്ങൾ വലിച്ചു വാരി പുറത്തോട്ടിട്ടിട്ട് ക്ലീൻ ചെയ്യുന്നല്ല. അതായത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഇനി ഞാനിത് മുതൽ ഫോളോ ചെയ്യും. ഇത്ര നാൾ ഞാൻ വെളിച്ചെണ്ണയല്ല അച്ചാർ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ എണ്ണമയം ലീക്കായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ഞാൻ പക്ഷെ മൈൻഡ് ചെയ്യൂല, പിന്നെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കും. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജാപ്പനീസുകാരാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തെങ്കിൽ അവർ ഒരു ബോക്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പം അതിൻ്റെ താഴെ എന്തെങ്കിലും പൊടിയോ എണ്ണമയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അപ്പോഴേ തന്നെ ആ സാധനം ഒരു തുണി വെച്ച് തുടയ്ക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, 10 അല്ലെങ്കിൽ 20 സെക്കൻഡ് സമയം പോലും വേണ്ട അവിടെ തൂക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നത്തേക്ക് മാറ്റി വെച്ച് പിന്നെ 1 മണിക്കൂറും അരമണിക്കൂറും ഒക്കെ നിന്നും ഇരുന്നും ഒക്കെ ഫ്രിഡ്ജ് തുടയ്ക്കേണ്ട അവസ്ഥ വരും. അപ്പം ഇനി മുതൽ നമുക്ക് അങ്ങനെ ശീലമാക്കാട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് അവിടെ വല്ല പൊടിയോ കറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ തന്നെ അതൊക്കെ നമുക്ക് തൂത്ത് കളയാം. ടിപ്പ്
ടിപ്പ് നമ്പർ 4, എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കക്കി കോമി. നല്ല രസമുണ്ടല്ലേ കക്കി കോമി. അതായത് സീറോ വേസ്റ്റ് ഓർഗനൈസേഷനാണ്. അതായത് ഇവർ ഒരു തരി പോലും ഭക്ഷണം പാഴാക്കാത്ത ഐറ്റംസ് ആണ് കേട്ടോ. അത്രയും കണ്ട് ഭയങ്കരമായിട്ട് അവർ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ട് വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഞാൻ ബെൻഡോ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലഞ്ച് ബോക്സ്. ഇത് ഞാൻ പച്ചക്കറി വെക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇവരുണ്ടല്ലോ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ വെക്കുന്നത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ബോക്സ്, അല്ലെങ്കിൽ മരത്തിൻ്റെ, അല്ലെങ്കിൽ മുള കൊണ്ടുള്ള ബോക്സ് ഉണ്ടാവില്ലേ, കണ്ടെയ്നർ ബോക്സ്, ഇതിൻ്റെ ഉള്ളിലാണ് അവർ ഈ ഭക്ഷണങ്ങൾ വെക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അവർ ചെയ്യും. ഇവർ ഭക്ഷണം ഇപ്പം നമ്മൾ ചോറ് വെച്ചു, സാമ്പാറും വെച്ചു. സാമ്പാർ നമുക്ക് ബാക്കി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സാമ്പാർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. നമ്മൾ വേറൊന്നും ചെയ്യൂല. പക്ഷെ ഇവർ ആ ബോക്സിൻ്റെ മേലെ ഒരു ലേബൽ ഒട്ടിച്ച് വെക്കും. ഇന്നാണിപ്പം അവരത് ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് അവർ വെക്കും. അപ്പം അതായത് അവർക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ആ ഒരു ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സാധനങ്ങൾ എടുക്കും. ഇപ്പോൾ ചിലപ്പോൾ 2 ദിവസം മുന്നേ വെച്ചിട്ടുള്ളത് ഇരിക്കേണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ ഡേറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുള്ള സാധനം നമ്മൾ ഫസ്റ്റ് എടുത്ത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുന്നേ വെച്ച സാധനം കേട് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവർ വെക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ ബോക്സിലും ഫുഡ് ബാക്കി വരുമ്പോൾ അതിന് ലേബൽ ചെയ്തിട്ട് ഇങ്ങനെ ഡേറ്റ് എഴുതി വെക്കും. ഇത് നമുക്ക് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് ചെയ്യാത്തത് കൊണ്ട് മടിയാണ്, എനിക്കും മടിയാണ്. ഇവരിങ്ങനെ ചെയ്യുന്നത് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഭയങ്കര നല്ലൊരു ട്രിക്കായിട്ട് എനിക്ക് തോന്നി, അല്ലേ? അപ്പോൾ ഇനിയുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക, പച്ചക്കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കണ്ടെയ്നർ ബോക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ വിരിക്കുക, അതിൻ്റെ മേലെ പച്ചക്കറികളൊക്കെ ഈർപ്പൊന്നും ഇല്ലാതെ വെക്കുക, അതിൻ്റെ മേലെ കുറച്ചും കൂടി ടിഷ്യൂ പേപ്പർ വെക്കുക. ഇപ്പോൾ ചോദിക്കും ടിഷ്യൂ പേപ്പർ മേടിക്കുന്ന നേരമുകൊണ്ട് എനിക്ക് കണ്ടെയ്നർ ബോക്സ് മേടിച്ചുകൂടെയെന്ന്. അതൊക്കെ നമ്മളുടെ ഇഷ്ടം. എൻ്റെ കയ്യിൽ കണ്ടെയ്നർ ബോക്സ് ഇല്ല, ടിഷ്യൂ ഉണ്ടായിരുന്നു. സോ ഞാൻ ടിഷ്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യാം. മറ്റേ ടിപ്പ് ആരും മറക്കരുത്, സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലും പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ അപ്പം തന്നെ തൂത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങനത്തെ ക്ലീനിങ് ഒഴിവാക്കാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ എനിക്കുള്ള ഒരു ഉപദേശമാണ്. ഞാൻ തന്നെ ഉപദേശം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി അടിപൊളിയായിട്ട് ഫ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യാം. ഫ്രിഡ്ജ് എൻ്റെ സൂപ്പറായിട്ടല്ലേ, നല്ലപോലെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്ക് ബ്രീത്തിങ് സ്പേസ് എൻ്റെ ഫ്രിഡ്ജിലുണ്ട്. ഞങ്ങൾ നാട്ടിൽ പക്ഷേ എൻ്റെ അപ്പൻ എൻ്റെ ഫ്രിഡ്ജ് വെക്കണ കാണണം മക്കളെ. അതിൻ്റെ ഉള്ളിൽ എത്രയോ വർഷം മുന്നുള്ള ചക്ക, മാങ്ങ, തേങ്ങയൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, വീട്ടിലെ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് വേഗമേ ചീത്തയാവാറുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങനെ ഓവർലോഡ് കൊടുത്ത് ഫ്രിഡ്ജിലെ സാധനങ്ങൾ വെക്കാതിരിക്കാൻ ശ്രമിക്കുക. സാധനങ്ങൾ കേടാവത്തുമില്ല, ഫ്രിഡ്ജും കുറച്ച് കാലം കൂടെ നമുക്ക് നല്ല രീതിക്ക് ഓടിക്കോളും, അല്ലേ? അവരും അവർ ഒരു ജീവി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ശരിയല്ലേ? നമ്മുടെ മുതുകത്ത് ഒരു 25 കിലോ കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്ത് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാടായിരിക്കില്ലേ? പക്ഷെ ഒരു 5 കിലോ ആണ് നമ്മൾ ചുമക്കുന്നതെങ്കിൽ അത്രയും കഷ്ടപ്പാട് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെയായിരിക്കും അല്ലേ ഫ്രിഡ്ജിലും. അപ്പം എന്താ, അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.